ഇത് ക്യൂൻ ഓഫ് ടേഴ്സിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഹെയ്നും ഹ്യുൻബുവും ഒരു റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടൊക്കെ നിന്നതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു ബസ്സൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഹെയ്നെ അവിടെ കാണുവാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ഹ്യുൻബുവും റോഡിലേക്കൊക്കെ ഇറങ്ങുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഒരു കാറും ഹ്യുൻവുവിനെ ഇടിച്ചിടുന്നു. ആ ഒരാളാകട്ടെ ഉൻസിങ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഹ്യുൻവുവിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ഹെയ്നെ ഹ്യുൻവു പ്രപ്പോസ് ചെയ്ത സമയത്താകട്ടെ നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി വളരെയധികം ഡിഫറെന്റ് ആണ്. എന്റെ ഫാമിലിയിൽ ഒരു പക്ഷെ നീ ഒറ്റപ്പെട്ടൊക്കെ പോയേക്കാമെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞ സമയത്തും അതൊന്നും തന്നെ ഒരു പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് ആയിരുന്നു ഹ്യുൻവുവും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുന്ന ഹെയ്നും വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് സമ്മതമാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഒരേ ടീമിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഒരു വിവാഹം എന്നൊക്കെ ആയിരുന്നു ഹ്യുൻവുവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഹ്യുനുവിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒക്കെ പറ്റിച്ചിട്ടൊക്കെയുണ്ട്. ഭാവിയിലും ഇതിനേക്കാളും വലിയ തട്ടിപ്പിനൊക്കെ അവൻ ഇരയാക്കുകയാണെങ്കിലോ, അവൻ ഒരുപാട് അപ്സെറ്റ് ഒക്കെ ആകുകയാണെങ്കിലോ, അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരാളുടെ സഹായമൊക്കെ അവന് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരാളാകാമോ എന്നൊക്കെ ആയിരുന്നു ഹ്യുനുവും ഹെയിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹെയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഒരു റൂമിലൊക്കെ ആയിരുന്നു അവളും ഉണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലെത്തുന്ന അച്ഛനും ഹ്യുനുവ് എവിടെയാണെന്നൊക്കെ ഡോക്ടറിന്റെ അടുത്തും ചോദിക്കുന്നു. ഹ്യുനുവ് ജീവനോടെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്കുമാണ് അച്ഛനും ഒരു സമാധാനമൊക്കെ ആകുന്നത്. എങ്കിലും കുറച്ച് സീരിയസ് ആണ് അവന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കാണുവാനായിട്ട് അച്ഛനും അമ്മയും കൂടി എത്തി കഴിയുമ്പോഴത്തേക്കും ബെഡിൽ അവൻ ഉണ്ടായിരുന്നു കൂടിയില്ല. അവനും ഒരു ടാക്സിയൊക്കെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയ്നും ഉണ്ടായിരുന്ന റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ റൂമിന്റെ അകത്തേക്കൊക്കെ ഒരാൾ കടന്നും വരുന്നത്. അവളും അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തുവൊക്കെ വെച്ചിട്ട് അയാളുടെ തലക്കെട്ടൊക്കെ അടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങി ഓടുവാനായിട്ട് നോക്കുന്നു. പക്ഷെ കൃത്യമായിട്ട് തന്നെ ഓൺസിങ്ങിന്റെ മുമ്പിലേക്കാണ് അവൾ ചെല്ലുന്നത്. എന്റെ സമ്മതമൊന്നും ഇല്ലാതെ നീ ആയിരുന്നു എന്നെ തട്ടിക്കൊണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്ൻ ചോദിക്കുമ്പോഴാകട്ടെ, നീ ഹ്യുനുവിനെ കാണുകയും വീണ്ടും ഹ്യുനുവ് നിന്നെ ചതിക്കുകയും ചെയ്യുന്നൊന്നും എനിക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും അറിയിക്കുന്നത്. നീ എന്തിനായിരുന്നു ഹിനുവിനെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കയ്യിലുണ്ടായിരുന്ന തോക്കുമായിട്ട് ഉൻസിങ് അവളുടെ അടുത്തേക്കൊക്കെ ചെന്ന് ചോദിക്കുന്നു. എനിക്ക് ജർമ്മനിയിൽ നിന്നും ഒരു ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലുള്ളതാകട്ടെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോലെ എനിക്കും തോന്നി. പക്ഷേ നീ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ബുക്കിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ അവന്റെ അടുത്തുനിന്ന് ചോദിക്കുവാനായിട്ടായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷെ ആരെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കോപ്പി ചെയ്തതാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നൊക്കെ അവൾ പറയുകയാണ്. അവനും അവളെ ഒന്നും ചെയ്യാതെ ഇരിക്കുവാനായിട്ട് അവളും, ഞാൻ ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഓൺസിങ്ങിന്റെ അടുത്തും പറയുകയാണ്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകാം. മാത്രമല്ല നമുക്ക് വിവാഹവും കഴിക്കാമെന്നൊക്കെ ഓൺസിങ് പറയുമ്പോഴത്തേക്കും അവനെ എതിർക്കുവാനായിട്ടൊന്നും അവൾക്ക് സാധിക്കുമായിരുന്നില്ല. ഹ്യുനുവിന്റെ ഫ്രണ്ട് ഇപ്പോൾ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് നിന്നും ഏത് വണ്ടി ആയിരുന്നു ഹെയ്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷെ ആ വണ്ടി ആരുടേതാണെന്ന് കണ്ടെത്തുവാനൊന്നും സാധിക്കുകയില്ല എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു. അതേസമയം അവിടേക്ക് ഹ്യുനുവ് കൂടി എത്തുന്നു. ഹെയ്ൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഹ്യുനുവിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയരുതെന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ക്രീസ്കോ സ്യോൽഹിയുടെ അടുത്ത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്യോൽഹിനെ കൊണ്ട് ഹെയ്ൻ എവിടെയാണെന്ന് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു ക്രീസ്കോയുടെ അടുത്ത് ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യോൽഹി അന്വേഷിക്കുകയാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് അവളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രീസ്കോയും ഇതിനൊക്കെ തന്നെ പിന്നിൽ ഉൻസിങ് ആണോ എന്നൊരു സംശയമാണ് എനിക്കുള്ളതെന്നൊക്കെ സ്യോൽഹിയുടെ അടുത്ത് പറയുമ്പോഴാകട്ടെ, ഹെയ്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹ്യുനുവിനെ ജയിലിൽ ഇട്ടതുപോലെ തന്നെ നിങ്ങളെയും ജയിലിൽ ഇടുന്നതായിരിക്കുമെന്നൊക്കെ സ്യോൽഹിയുടെ അടുത്ത് പോലും ഉൻസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെയാണ് സ്യോൽഹി ഓർക്കുന്നത്. സ്യോൽഹിയും ഇപ്പോൾ ഒരാളെ കോൾ ചെയ്തതിനു ശേഷം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പണം എല്ലാം തന്നെ മറ്റൊരിടത്തേക്ക് നീക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ ഉൻസിങ് ആ ഒരു പണം എല്ലാം തന്നെ ഡോളറിലാക്കിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോയെന്ന കാര്യമാണ് സ്യോൽഹി മനസ്സിലാക്കുന്നത്. സ്യോൽഹി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന വിവരമൊക്കെ ഗ്രേസ്കോയും ഇപ്പോൾ ഹ്യുനുവിന്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ ഫ്രണ്ട് ഹ്യുനുവിനെയുമായിട്ട് ആ ഒരു കാറുകളെ എല്ലാം തന്നെ പിന്തുടർന്നു പോകുന്നു. ബ്രോക്കറെ കൊന്നിട്ടുണ്ടായിരുന്ന ആളാകട്ടെ ഉൻസിങ് ആണ് തന്നെ ഈ ഒരു കാര്യമൊക്കെ ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തന്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം ഉൻസിങ് നാട് തന്നെ വിടുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെ ഫ്രണ്ട് ഹ്യുനുവിനോട് പറയുന്നു. ഹ്യുനുവിന്റെ ഫ്രണ്ട് ഡിവോഴ്സിന്റെ ഒരു ലോയർ ഒക്കെ ആണല്ലോ. എന്റെ ക്ലയൻസിനാകട്ടെ നല്ലൊരു ലൈഫൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഡിവോഴ്സ് മേടിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനവും തോന്നിയിട്ടുണ്ട്. പക്ഷെ നീ ആകട്ടെ ഇത്രയ്ക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ഹോസ്പിറ്റലിൽ കിടക്കാതെ എന്റെ കൂടെയൊക്കെ വരികയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പേടിയൊക്കെ തോന്നുന്നു എന്നായിരുന്നു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
വേട്ടയാടാനൊക്കെ പോകുന്ന സമയത്ത് ഒരു വില്ലയിലൊക്കെ ആയിരുന്നല്ലോ ഹെയിന്റെ ഫാമിലി താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടേക്കാണ് സെൽഹിയും ടീമും കൂടി പോകുന്നത്. അതായത് അവിടെയാണ് ഇപ്പോൾ ഉൻസിങ് ഉള്ളതും. കുറച്ചു നേരമായിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ ഇനി പോലീസിനെയൊക്കെ വിളിക്കാനായിട്ട് മടിക്കരുതെന്നൊക്കെ ഫ്രണ്ടിനോട് പറഞ്ഞതിന് ശേഷം ആ ഒരു സ്ഥലത്തേക്കൊക്കെ നടന്നു പോകുകയാണ് ഹിനുവും. ഹിനുവും ഒളിച്ചും പാത്തുമൊക്കെ എങ്ങനെ അവരുടെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് കടക്കുമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് നേരത്തെ ആ ഒരു ഡോഗിനെയൊക്കെ വഴിയിൽ വെച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്ന ആളെ കാണുവാനായിട്ടും ഹിനുവു എത്തുന്നു. അയാളും രഹസ്യമായിട്ട് അകത്തേക്ക് കയറുവാനായിട്ടുള്ള ഒരു താക്കോലൊക്കെ അവന് നൽകുകയാണ്. മാത്രമല്ല ഒരുപാട് വണ്ടികളൊക്കെ എന്തോ ഒരു സാധനമായിട്ട് അകത്തേക്ക് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അയാൾ ഹിനുവിനോട് ചോദിക്കുന്നു. ഈ ഒരു വണ്ടികൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉൺസിംഗ് തന്നെ പണമൊക്കെ ഡോളറാക്കി മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വണ്ടികളൊക്കെയാണ് അത്. സിയോൽഹിയും ഉൺസിങ്ങിനെ കാണുവാനായിട്ട് എത്തിയതിനു ശേഷം നിനക്ക് നാട് വിട്ടു പോകണമെങ്കിൽ പോകാം, ഞാനതിൽ ഒന്നും തന്നെ എതിർക്കുകയില്ല. പക്ഷെ എന്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു പണവും അതുപോലെ തന്നെ ചെയർമാനെ ഞാനാണ് കൊല്ലുവാനായിട്ട് ശ്രമിച്ചതെന്ന രീതിയിലുള്ള ആ ഒരു വീഡിയോയും തനിക്ക് തിരികെ തരണമെന്നാണ് സിയോൽഹിയും ആവശ്യപ്പെടുന്നത്. ഞാൻ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുവാൻ മിടുക്കനാണെന്നൊക്കെ അവൻ പറഞ്ഞതിന് ശേഷം പണ്ട് നടന്ന ഒരു കാര്യം കൂടി കാണിക്കുകയാണ്. ഹെയിന്റെ ഫാമിലി ആകട്ടെ അന്ന് പിക്നിക്കിനൊക്കെ ബീച്ചിലെത്തിയതായിരുന്നു. സിയോൽഹി മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്ന സമയത്താണ് ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഉൻസിങ്ങിനെ സിയോൽഹി കാണുന്നത്. പക്ഷെ സിയോൽഹിയും അവന്റെ പിന്നാലെയൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്നു. അവനും സിയോൽഹിനെ കാണുവാനായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആരുടെയെല്ലാം കണ്ണിൽ പെടുന്നതിന് മുമ്പ് നീ തിരികെ പോകണമെന്നൊക്കെ പറഞ്ഞ് അവന് പണവും കൊടുത്തിട്ട് സിയോൽഹി പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പേടിക്കപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ആയിരുന്നു അവനും അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു അവർ സഞ്ചരിച്ച ബോട്ടിനൊക്കെ അപകടം സംഭവിക്കുന്നത്. ഹെയിന്റെ സഹോദരനെ കാണാനില്ല എന്ന കാര്യം കൂടി സോൽഹി മനസ്സിലാക്കുകയാണ്. സോൽഹിയും കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷവും ഉൻസിംഗ് പോയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കി സോൽഹി അവനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കുമാണ് ആ ഒരു ബോട്ടൊക്കെ തകർത്തത് അമ്മയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു, ഞാനത് കണ്ടതാണ്. എങ്കിൽ പോലും അവരെല്ലാവരും മരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു ഈ ഒരു കാര്യമൊക്കെ രഹസ്യമാക്കി ഞാനും വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ഉൻസിംഗും പറഞ്ഞത്. അപ്പോൾ മുതൽ ഞാൻ എത്ര വർഷമായിട്ട് കാത്തിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമോ? ഒരിക്കലും വരികയില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അമ്മ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉൻസിംഗ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ അന്ന് ആ അപകടം നടന്ന സമയത്ത് ഹെയ്നായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരികയില്ലായിരുന്നു. എന്റെ പ്ലാനൊക്കെ കൃത്യമായി നടന്നേനെ. നീ ഒരിക്കലും അതിന്റെ ഒന്നും തന്നെ ഇടയ്ക്ക് വരികയില്ലായിരുന്നു എന്നൊക്കെയാണ് സ്യോൽഹി അറിയിക്കുന്നതും. ഇനി സോൽഹി ചെയർമാനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്ന ടാബാകട്ടെ എവിടെയാണ് ഉള്ളതെന്നും അതിന്റെ പാസ്വേഡ് എന്താണെന്നും പോലും ഓൺസിംഗ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓൺസിംഗിനെ താൻ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ ഒരു പണമെന്നും അത് ഓൺസിംഗിന് അവകാശപ്പെട്ടതാണ് എന്നും ആയിരുന്നല്ലോ നേരത്തെ സോൽഹി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണം തരുവാനായിട്ട് തയ്യാറല്ല എന്ന് ഉൻസിംഗ് ഉറപ്പിച്ചു പറയുന്നു. ഇതെല്ലാം തന്നെ അവിടെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്ന ഹെയ്നും കേൾക്കുകയാണ്. ആരോ ഒരാൾ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടേ എന്ന് സ്യോൽഹിക്ക് അപ്പോൾ തന്നെ മനസ്സിലായതാണ്. സ്യോൽഹിയും അതിനടുത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ടൊക്കെ പോകുന്നു. ഈ ഒരു സമയം മുതലാക്കിക്കൊണ്ട് ഹെയ്നും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ ഉൻസിങ്ങും അവൾ അങ്ങനെ ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പിടികൂടുവാനായിട്ട് പിന്നാലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഹെയ്ൻ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഹ്യുൻവുനെയും അവൾ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ നോക്കുന്നതെല്ലാം തന്നെ ഉൻസിങ്ങും കാണുന്നു. അങ്ങനെ ഉൺസിങ്ങും തോക്കൊക്കെ എടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ പോക്കുകയാണ്. ഹ്യുനുവിന്റെ കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെയ്നോട് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടാണ് അവൻ പറയുന്നതും. ഗേറ്റിന്റെ അടുത്തായിട്ട് എന്റെ ഫ്രണ്ട് നമുക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ട് എന്നും കൂടി ഹ്യുനു അറിയിക്കുന്നു. ഹെയ്നും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ അടുത്ത് പിന്നീട് മാപ്പൊക്കെ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ഹിമു പ്രപ്പോസ് ചെയ്ത സമയത്ത് അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒന്നിച്ചു തന്നെ പൊരുതാമെന്നൊക്കെയാണ് അവളുടെ അടുത്തും അവൾ പറയുന്നത്. അവർ രണ്ടുപേരും നടന്നും ഓടിയുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും ഉൻസിംഗ് ആകട്ടെ വണ്ടിക്കൊക്കെ ആയിരുന്നു വന്നിട്ടുമുണ്ടായിരുന്നത്. മാത്രമല്ല ഉൻസിംഗ് അവരെ കാണുകയും ചെയ്യുന്നു. ഫ്രണ്ടും കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് പോലീസ് വണ്ടിയൊക്കെ അവിടേക്ക് വരുന്നത്. ഫ്രണ്ടും എത്രയും വേഗം അകത്തേക്ക് ചെല്ലുവാനായിട്ടൊക്കെ അവരോടും ആവശ്യപ്പെട്ട് ഗേറ്റൊക്കെ തുറന്നും കൊടുക്കുന്നു. ഉൺസിംഗ് അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നീ എന്റെ ഒപ്പം വരികയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മറക്കുന്നതായിരിക്കും, നമ്മൾ ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ ഉൺസിംഗ് ചോദിക്കുമ്പോഴാകട്ടെ എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ലാതിരുന്ന സമയത്ത് പോലും എനിക്ക് നിന്റെ അടുത്തൊരു അകൽച്ചയൊക്കെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഞാനും സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതെന്നൊക്കെ ഹെൻ പറയുമ്പോഴത്തേക്കും എന്റെ ലൈഫ് നശിച്ചത് തന്നെ നീ കാരണമാണ്. ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ? ഇങ്ങനെ ഒന്നും കാര്യങ്ങൾ അവസാനിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നീ എന്റെ ഒപ്പം വരികയാണെങ്കിൽ
നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ ഉൺസിങ്ങും പറയുന്നു. നിനക്കും എന്നെ ജീവനോടൊന്നും കിട്ടുകയില്ല എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഉൺസിങ്ങും ആകെ ഭ്രാന്തമായ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. പോലീസൊക്കെ തന്റെ ചുറ്റും കൂടിയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുവാനായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ നിന്നെയും കൂടി കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് ഞാൻ പോകുകയുള്ളൂ. അത് നിന്നെ കൊല്ലേണ്ടി വന്നിട്ടായാലും എന്ന് പറഞ്ഞ് ആ ഒരു തോക്കൊക്കെ ഇപ്പോൾ ഉൺസിങ് ഹെയ്ന് നേരെ ചൂണ്ടുകയാണ്. അങ്ങനെ ഉൺസിങ്ങും ഹെയ്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഹ്യുനുവോ അതിനിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നത് ഹ്യുനുവിന്റെ മേത്തേക്കാണ്. ആ ഒരു സമയത്താകട്ടെ ബാക്കിയുള്ള പോലീസുകാര് ഉൺസിങ്ങിനിട്ടും ഷൂട്ട് ചെയ്യുന്നു. ഉൺസിങ് അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ഹ്യുനുവിന് ബോധമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ സ്ഥലത്ത് ആംബുലൻസ് ഒക്കെ എത്തിയതിനു ശേഷം ഹ്യുനുവിനെയും ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. ഒരുപാട് വേദനയൊക്കെ സഹിച്ചിരിക്കുന്ന സമയത്ത് പോലും ഹേനോട് കരയരുതെന്നൊക്കെ ആയിരുന്നു ഹ്യുനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹ്യുനുവിന്റെ ഫ്രണ്ടും ആ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ തകർന്നൊക്കെയാണ് ഇരിക്കുന്നതും. ഞാൻ ഒരിടത്തേക്കും പോകുകയില്ല, ഇവിടെ തന്നെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതായിരിക്കും, സർജറിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞ് സർജറിക്ക് വേണ്ടി ഹ്യുനുവിനെ അകത്തേക്കൊക്കെ കയറ്റുമ്പോഴത്തേക്കും ഹെയ്നും നേരത്തെ ഇതേ കാര്യങ്ങളൊക്കെ ഹ്യുനു തന്നോട് പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുകയാണ്. ഞാൻ നിന്നെ മൊത്തത്തിൽ മറന്നു പോയതിനു ശേഷം ഒരു അപരിചിതനായിട്ടൊക്കെ നിന്റെ അടുത്ത് പെരുമാറുകയാണെങ്കിൽ പോലും നീ എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർക്കുന്ന അവളാകട്ടെ ശരിക്കും അതേ രീതിയിൽ തന്നെയല്ലേ ഞാനും നിന്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലും വിചാരിക്കുന്നത്. അവനോടും താൻ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഹെയ്നും ആകെ വിഷമിക്കുന്നു. സിയോൽഹെയിൻ ടീമും ആ ഒരു വീട് മൊത്തം അന്വേഷിച്ചതിന് ശേഷം പണമൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമൊക്കെ മനസ്സിലാക്കി ആ ഒരു പണമൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണ്. അപ്പോഴാണ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന പോലീസും ഉൺസിങ് മരിച്ചു പോയെന്ന കാര്യമൊക്കെ സിയോൽഹിനെയും അറിയിക്കുന്നത്. സിയോൽഹിയും അങ്ങനെ അവിടം വിട്ടു പോകുന്ന സമയത്താകട്ടെ ഇതിനു മുമ്പും നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരിക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു ഉൺസിങ് കരഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ സിയോൽഹിയും ഓർക്കുകയാണ്. ഇപ്പോഴാകട്ടെ ഹെയ്ന്റെ അമ്മയും പണ്ടത്തെ ആൽബം ഒക്കെ എടുത്ത് നോക്കുകയാണ്. അതിലാകട്ടെ ഹെയ്ന്റെ സഹോദരന്റെ ചിത്രമൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛനും ആ ഒരു ആൽബം ഒക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അമ്മയും നമ്മൾ എല്ലാ വർഷവും ബീച്ചിലൊക്കെ പോകുന്നതല്ലായിരുന്നോ, ഈ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം അല്ലായിരുന്നോ ബീച്ചിലൊക്കെ പോകുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല ഇപ്പോഴാകട്ടെ മറ്റൊരു ചിത്രം കൂടി കാണുമ്പോഴത്തേക്കുമാണ് ആ ഒരു ബീച്ചിൽ തന്നെ ആയിരുന്നു നേരത്തെ ഹ്യുനുവ് നിന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അമ്മയും മനസ്സിലാക്കുന്നത്. ഹ്യുനുവും അന്നൊരാളെ രക്ഷിച്ചു എന്ന കാര്യമൊക്കെ ഹ്യുനുവിന്റെ അമ്മ പറഞ്ഞതിനെ കുറിച്ചും ഹെയ്ന്റെ അമ്മ ഓർക്കുന്നു. ആന്റിയും അവരുടെ അടുത്തേക്ക് ഓടി വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അവരോടും പറയുന്നു. ഹ്യുനുവിന്റെ പേരൻസ് ഹെയ്ന്റെ അടുത്തേക്കൊക്കെ ഓടിയെത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഹെയ്നും കരയുകയായിരുന്നു. ഉൺസിങ്ങിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും ഹിനു അതിനിടയ്ക്ക് വന്നു. അങ്ങനെ ആ ഒരു ബുള്ളറ്റ് ഒക്കെ ഹിനുവിനിട്ടും കൊണ്ടു എന്നൊക്കെ വിഷമത്തോടു കൂടി തന്നെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഹെയ്ന്റെ പേരൻസും അവിടെ എത്തുകയാണ്. ഹെയ്ൻ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അമ്മയും ഇപ്പോൾ ഹെയ്നോട് സമാധാനമായിട്ടിരിക്കുവാനും ഹിനു ഒരു പ്രശ്നവുമില്ലാതെ തിരിച്ചെത്തുന്നതായിരിക്കുമെന്നും അവളോടും പറയുന്നു. ഹെയ്ന്റെ അമ്മയും ഇപ്പോൾ ഒരു കാര്യമൊക്കെ ഹിനുവിന്റെ അമ്മയുടെ അടുത്ത് പറയുകയാണ്. അതായത് എനിക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മകൻ മരിച്ചുപോയി. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹെയ്നെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്കായിരിക്കും എന്റെ മകൻ മരിച്ചിട്ടുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഒരു ദേഷ്യമൊക്കെ വെച്ചിട്ടായിരുന്നു ഞാനും പെരുമാറിയത്. ഒരു ബോട്ട് അപകടത്തിൽ വെച്ച് ഹ്യുനുവും ഒരു പെൺകുട്ടീനെ രക്ഷിച്ചു എന്ന കാര്യമൊക്കെ നിങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ഹെയ്ന്റെ അമ്മ ഹ്യുനുവിന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവർ രണ്ടുപേരും ഹ്യുനു രക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ഹെയ്നായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. ഹ്യുനുവിന്റെ ബുള്ളറ്റൊക്കെ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഹെയ്നെ വിളിച്ച് കരയുന്ന അമ്മനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഹ്യുനുവും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഹെയ്നെ രക്ഷിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നു. ഹിനു ക്യാമ്പിന് പോയ അതേ സ്ഥലത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ പിക്നിക്കിന് പോയിട്ടുണ്ടായിരുന്നത്. ഡേറ്റും മറ്റുമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഹിനുവ് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഹെയ്നെ ആയിരുന്നു എന്നൊക്കെ അമ്മ പറയുന്ന ആ ഒരു വോയിസും കൂടി കേൾപ്പിക്കുകയാണ്. ഹെയ്ന്റെ ജീവൻ തന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളതെന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്കിപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വിഷമം തോന്നുന്നു എന്നൊക്കെ ഹെയ്ന്റെ അമ്മയും പറയുകയാണ്. കഴിഞ്ഞ കാര്യം എല്ലാം തന്നെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹ്യുനു തിരിച്ചെത്തുവാനായിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെയാണ് ഹ്യുനുവിന്റെ അമ്മയും അറിയിക്കുന്നത്. ഓൺസിംഗ് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സിയോൽഹിയും ഓൺസിംഗിന്റെ ബോഡിയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. എന്റെ മകന്റെ കൈവശം 15% ഷെയർ ഒക്കെ ഉണ്ടായിരുന്നതല്ലേ, അതെല്ലാം തന്നെ എന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. മകൻ മരിച്ച സ്ഥിതിക്ക് ആ ഒരു ഷെയർ എല്ലാം തന്നെ എന്റേതല്ലേ എന്നൊക്കെയാണ് അഡ്വക്കേറ്റിന്റെ അടുത്തും സിയോൽഹി ചോദിക്കുന്നത്. അത് കൂടാതെ 7% ഷെയർ ഒക്കെ കയ്യിലുണ്ടായിരുന്ന പണം വെച്ച് മേടിക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യമൊക്കെ അഡ്വക്കേറ്റ് അറിയിക്കുമ്പോഴത്തേക്കും അതും മേടിക്കുവാനായിട്ട് സിയോൽഹി ആവശ്യപ്പെടുന്നു. മാത്രമല്ല മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്.
നേരത്തെ തന്നെ ചെയർമാൻ എതിരായിട്ട് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരാണ് അത്. അവർക്ക് ക്വീൻസ് ഗ്രൂപ്പിലേക്ക് ചേരുകയും ക്വീൻസ് ഗ്രൂപ്പ് മൊത്തത്തിലായിട്ടൊക്കെ വിൽക്കുകയും അതിനുശേഷം ആ ഷെയറുമായിട്ട് സ്വന്തം കമ്പനിയൊക്കെ നിലനിർത്തണമെന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഇപ്പോൾ കൂട്ടുകൂടാമെന്ന രീതിയിലാണ് സ്യോൽഹിയും നിൽക്കുന്നത്. ചെയർമാൻ ജീവനോടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉൻസിംഗ് ആയിരുന്നു തനിക്കെതിരൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ ഉൻസിംഗിന്റെ ശല്യവും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം നേരത്തെ പ്ലാൻ ചെയ്ത് ഇനാഗുറേഷൻ ഒക്കെ നടത്തണമെന്നാണ് അവളും ആവശ്യപ്പെടുന്നത്. ഹ്യൂനുവിന്റെ ശരീരത്തെ പരുക്കുകളൊക്കെ മാറുവാൻ കുറെ ദിവസമൊക്കെ എടുക്കുമെങ്കിൽ പോലും സർജറി ഒക്കെ സക്സസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരിക്കുന്നു. ചെയർമാനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന വീഡിയോ ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്ന ടാബ് ഇപ്പോൾ സ്യോൽഹി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്യോൽഹിയുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അതിന്റെ പാസ്കോഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും സ്യോൽഹി ഇപ്പോൾ ആ ഒരു തെളിവൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയാണ്. ഞാൻ ഇതുവരെയായിട്ടും നിന്റെ അടുത്ത് ക്ഷമയൊന്നും ചോദിച്ചില്ല. എന്റെ എല്ലാ ഓർമ്മകളൊന്നും തിരിച്ചും എത്തിയിട്ടില്ല. പക്ഷെ നിന്നെ കാണുമ്പോഴെല്ലാം തന്നെ എന്റെ ഹൃദയമൊക്കെ വല്ലാതെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ എനിക്ക് തോന്നി. ഇല്ലാത്ത കാരണമൊക്കെ ഉണ്ടാക്കി നിന്നെ ഞാൻ പലപ്പോഴും ഫോളോ പോലും ചെയ്തിട്ടുണ്ട്. നമുക്ക് പാസ്റ്റ് എല്ലാം തന്നെ മറക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കണ്ണു തുറന്ന് എന്റെ അടുത്തേക്ക് മടങ്ങി വായെന്നൊക്കെ ഹേനു ഹ്യുനുവിനോട് പറയുകയാണ്. സമയമൊക്കെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല ഹേന ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് വീട്ടുകാരൊക്കെ നൽകുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ കഴിക്കാതെ ഹ്യുനുവിന് കാവലിരിക്കുകയാണ്. നീ നിന്റെ ജീവൻ പോലും എനിക്ക് വേണ്ടി നൽകുവാനായിട്ട് തയ്യാറായതാണ്. അങ്ങനെ ഇരിക്കെ കണ്ണുപോലും തുറക്കാതെ നീ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് എനിക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കുക? അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം കണ്ണു തുറക്കണം. ഞാനും മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, ഇപ്പോൾ തന്നെ എനിക്ക് ചെറിയ തലകറക്കമൊക്കെ തോന്നിയിരിക്കുന്നു. നീ എത്രയും വേഗം കണ്ണു തുറന്നാൽ മാത്രമേ എനിക്ക് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹെയ്നും അഭിനയിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കേട്ടിട്ടും ഹ്യുനു എണീക്കാതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവളും കുറച്ച് വിഷമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഹ്യുനുവിന്റെയും കണ്ണുകളൊക്കെ ചെറുതായിട്ട് തുറന്നു വരുന്നു. ഡോക്ടറിനെയൊക്കെ വിളിക്കുവാനായിട്ട് ഹെയ്ൻ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ ഓക്കെ ആണോ എന്നൊക്കെ ആയിരുന്നു ഹ്യുനുവും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നീ കിടക്കുമ്പോൾ പോലും നീ എന്നെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഹെയ്ൻ ആകെ വിഷമിക്കുന്നു. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരുന്നു. നിന്നെ തിരിച്ചറിയുവാൻ പോലും എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടായിരുന്നു നിന്റെ അടുത്ത് ഞാൻ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഹെയ്ന് സംസാരിക്കുമ്പോഴത്തേക്കും നിന്റെ ഒപ്പം ഏതൊരു സിറ്റുവേഷനിലും ഉണ്ടാകാമെന്നൊക്കെ ഞാൻ നിനക്ക് വാക്ക് നൽകിയതാണ്. പക്ഷെ കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എല്ലാ കാര്യങ്ങളും മറന്നുപോയി. നിന്റെ അടുത്ത് മോശമായിട്ടൊക്കെ ഞാനും പെരുമാറുവാൻ തുടങ്ങി. നീയും അതിനൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഹ്യുനുവും ഇപ്പോൾ കരയുകയാണ്. ഹ്യുൻബുവും ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹ്യുൻബുവിന് ബോധം വന്നു എന്ന് മനസ്സിലാക്കുന്ന വീട്ടുകാരെല്ലാവരും കൂടി റൂമിന്റെ അകത്തേക്ക് കടന്നു വരുന്നു. അവൻ എന്താണ് സംസാരിച്ചു എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴാകട്ടെ ഐ ലവ് യു എന്നായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മയും അച്ഛനെ അറിയിക്കുകയാണ്. അച്ഛനും അതൊക്കെ കേട്ട ഉടനെ തന്നെ ഹ്യുനുവിന്റെ അടുത്ത് ലവ് യു ടു എന്നൊക്കെ പറയുമ്പോഴാകട്ടെ നിങ്ങളുടെ അടുത്തൊന്നുമല്ല ഹെയ്ന്റെ അടുത്തായിരുന്നു അവൻ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മയും അറിയിക്കുന്നു. എങ്കിൽ പോലും നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛനും പോയി ഹ്യുനുവിനെ ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ അവരെല്ലാവരും തന്നെ ഹ്യുനു എണീറ്റതിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ കമ്പനിയിലൊക്കെ നിൽക്കുന്ന സമയത്താകട്ടെ ഒരു ഡ്രാമ സെറ്റിലൊക്കെയാണ് താൻ ഉള്ളതെന്ന രീതിയിലാണ് തനിക്ക് തോന്നുന്നതെന്നൊക്കെ ആയിരുന്നു സോച്ചോളുടെ സെക്രട്ടറി പറയുന്നത്. അതൊക്കെ കേട്ട ഉടനെ തന്നെ കിമ്മും കിരീടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. ഇതിന്റെ ഇടയ്ക്കാകട്ടെ പലരും കൊലപാതകങ്ങൾ പോലും നടത്തുന്നു. എന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ പോലെയാണ് തനിക്കിത് തോന്നുന്നതെന്നൊക്കെ കിം പറയുമ്പോഴാകട്ടെ ഇത് ശരിക്കും ഒരു മെലോ ഡ്രാമ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നായിരുന്നു സെക്രട്ടറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്നേഹിക്കുന്ന പെണ്ണിനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിനെയാണ് തനിക്കിതിൽ കാണുവാനായിട്ട് സാധിക്കുന്നതെന്നൊക്കെ സെക്രട്ടറിനെ പറയുമ്പോഴാകട്ടെ ക്വീൻസ് ഫാമിലിക്ക് തന്റെ സ്വത്തും കാര്യങ്ങളും ഒക്കെ തിരികെ കിട്ടുമെന്ന സംശയമാണ് ഇപ്പോഴും സൂചോണിലെ സെക്രട്ടറിക്കൊക്കെ ഉള്ളത്. സുഹൃത്ത് ബന്ധവും സ്നേഹവും വിശ്വാസവും വിനയവും ഒക്കെ ഉള്ളത് ആരുടെ കൂടെയാണോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ പവർഫുൾ ആവുക. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ക്വീൻസ് ഫാമിലി തന്നെയാണ് ജയിക്കുക എന്ന വിശ്വാസത്തിലാണ് സെക്രട്ടറിനായി ഉള്ളത്. ഹ്യുനുവിന്റെ ഫ്രണ്ട് ഹെയ്നെ കാണുവാനായിട്ട് കഴിയുമ്പോഴത്തേക്കും നീ അല്ലായിരുന്നു അവനെ കൊണ്ട് ഡിവോഴ്സ് ഒക്കെ ചെയ്യിക്കുവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹെയ്നും ചോദിക്കുന്നത്. പക്ഷെ ഡിവോഴ്സ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവനെന്റെ അടുത്ത് വന്ന സമയത്താക്കട്ടെ ഡിവോഴ്സ് ചെയ്യുവാനേ പാടില്ല എന്നൊരു നിർദ്ദേശമൊക്കെ ആയിരുന്നു ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളമൊക്കെ പറഞ്ഞിട്ടാണ് ഹൈൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് ഫ്രണ്ടും നോക്കുന്നത്. ഞങ്ങൾ ശരിക്കും എന്തിനായിരുന്നു ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്ൻ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ തിരക്കുള്ള രീതിയിലുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പരസ്പരം കാണുവാൻ പോലും നേരം കിട്ടുന്നില്ല എന്ന ഒരു കാരണം കൊണ്ടായിരുന്നു നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നത്. അതായത് നേരത്തെ വിൻസെൻസോ പറഞ്ഞ സമയത്തും ഇതേ കാരണം തന്നെ ആയിരുന്നു വിൻസെൻസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാരണമൊക്കെ ഇപ്പോൾ ഹെയ്ന്റെ അടുത്തും ഹ്യുനുവിന്റെ ഫ്രണ്ട് അറിയിക്കുന്നത്.
പക്ഷെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ അതുകൊണ്ടൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ലല്ലോ. നമുക്കല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന അവനെ കുറിച്ചാണ് ഇപ്പോൾ നീ ചിന്തിക്കേണ്ടത്. അവന്റെ സ്നേഹം അത്രയ്ക്ക് ശുദ്ധമാണെന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഹെയ്നും നീ നല്ലൊരു ഫ്രണ്ട് ആണല്ലോ എന്നൊക്കെ അവന്റെ അടുത്തും പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം അവൻ വായിക്കുകയാണെങ്കിലും മനസ്സിലാക്കിയല്ലോ. അതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും കൂടി ഫ്രണ്ട് അറിയിക്കുന്നു. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് കാണിക്കുന്നത്. ഹ്യൂനുവിനെ കൊണ്ട് ഫ്രണ്ട് വില്ലയിലേക്കൊക്കെ പോയ സമയത്താകട്ടെ നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കിടക്കേണ്ടതെന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷമൊക്കെ ലഭിക്കുകയുള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ടാണ് അവളെ കാണുവാനായിട്ട് താൻ പോകുന്നതെന്നൊക്കെ ആയിരുന്നു ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം എല്ലാം തന്നെ ഇപ്പോൾ ഫ്രണ്ടും ഹെയ്നെ അറിയിക്കുകയാണ്. ഹെയ്നും ഇപ്പോൾ പഴയ ഒരു നോട്ട്ബുക്കൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും അതിന്റെ ലാസ്റ്റ് പേജിലാകട്ടെ നിനക്ക് കുറ്റബോധമൊന്നും തോന്നാതിരിക്കണമെങ്കിൽ ഹ്യുനുവിനെ ഒരിക്കലും പറഞ്ഞയക്കാതെ ഇരിക്കണമെന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നല്ലോ ഹ്യുനുവിനെ കുറിച്ച് ഓർത്തിട്ട് ഇതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹെയ്നും ഇപ്പോൾ ഓർക്കുന്നത്. അങ്ങനെ ആ ഒരു ബുക്കൊക്കെ എടുത്ത് ബാഗിന്റെ അകത്ത് വെച്ച് അവൾ പോയിട്ട് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അത് മേശയിലൊക്കെ ഇരിക്കുന്നതായിരുന്നു അവളും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് വീണ്ടും അവൾ തുറന്ന് നോക്കുമ്പോഴാകട്ടെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോക്കുകയില്ല എന്ന് അതിൽ ഹ്യുനു എഴുതിയിട്ടുള്ളതും കൂടി അവൾ കാണുകയാണ്. അങ്ങനെ അവളും ഇപ്പോൾ ഹ്യുനുവിന്റെ അടുത്ത് എത്തിയതിനു ശേഷം ഇത് പഴയ ഞാനാണ് എഴുതിയത്, അങ്ങനെ ഇരിക്കെ നീ എന്തിനാണ് ഇപ്പോഴത്തെ എനിക്ക് ഇതിനുള്ള റിപ്ലൈ ഒക്കെ നൽകിയിട്ടുള്ളതെന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്തും അവൾ ചോദിക്കുന്നു. ഹ്യുനുവിനും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിരി തോന്നുകയാണ്. ഇതെല്ലാം തന്നെ അച്ഛനും ചേട്ടനും കൂടി ഒളിഞ്ഞു നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും കൂടി അതുവഴി വരുമ്പോഴത്തേക്കും അച്ഛനും അതെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ചേച്ചിയുടെ ബാഗൊക്കെ അകത്തുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും എടുക്കുവാനായിട്ട് പോലും അവർ അനുവദിക്കുന്നില്ല. ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് നമുക്ക് പോകാം, അവർ അവിടെ ഇരുന്ന് പ്രേമിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പോകുകയാണ്. ചേച്ചിയുടെ ഫ്രണ്ട്സും ചേച്ചിയും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഹോസ്പിറ്റലിലെ ഫുഡൊന്നും അത്രയ്ക്ക് നല്ലതല്ലല്ലോ. ഹെയ്നും അവളുടെ ആരോഗ്യമൊക്കെ നോക്കേണ്ടതല്ലേ. ഹെയ്നും തനിക്ക് വേണ്ടി ബുള്ളറ്റൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് അവരും പറയുന്നത്. പക്ഷെ ഹെയ്ന് അവന് ഓർമ്മ പോലും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയ്ക്ക് അസൂയപ്പെടുവാൻ മാത്രമുള്ള ഒരു സംഭവമൊക്കെ ആയി മാറുക എന്നൊക്കെ ചേച്ചി ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഒപ്പം 30 വർഷമായിട്ട് ജീവിക്കുന്നതാണ്. എങ്കിൽ പോലും ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയമാണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരും ഇപ്പോൾ അപരിചിതരെ പോലെയൊക്കെയല്ലേ. അപ്പോൾ അവർക്കും പ്രണയമൊക്കെ മറ്റൊരു രീതിയിൽ തുടങ്ങുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ഫ്രണ്ട് പറയുന്നത്. ഹ്യുനുവിന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹെയ്നും. അവനും കാണുവാനൊക്കെ സുന്ദരനാണ്, നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. സ്കൂളിൽ പഠിച്ച സമയത്താകട്ടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. മാത്രമല്ല ലോ സ്കൂളിലും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇതൊന്നും പോരാതെ ബോക്സിംഗിൽ ചാമ്പ്യൻ ആയിരുന്നു എന്നൊക്കെ ഹ്യുനുവും ഹെയ്ന്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ശരിക്കും ഓർമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ പറ്റിക്കുവാനായിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് അവളും ചോദിക്കുന്നത്. ഞാൻ മറൈനിലെ സ്പെഷ്യൽ ടീമിൽ പോലും ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ ഹ്യുൻവു ഒന്നും കൂടി പറയുമ്പോഴത്തേക്കും ഹെയ്നും അതൊക്കെ വിശ്വസിക്കുവാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. അതായത് ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും ഇല്ല എന്നാണ് അവൾ വിചാരിക്കുന്നത്. നിനക്ക് ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്യിക്കണമെന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇത്രയേറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സത്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. സത്യം പറ, നിനക്ക് ചാമ്പ്യൻഷിപ്പ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഹെയ്ൻ ചോദിക്കുമ്പോഴാകട്ടെ ശരിക്കും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ല എന്നൊക്കെ ഹെയ്ൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഹ്യുൻവൂനും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിരി വരുന്നു. മുത്തച്ഛന്റെ ആദ്യത്തെ മകൻ കൂടി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കല്ലറയുടെ അടുത്തായിട്ടൊക്കെ നിന്നതിന് ശേഷം അച്ഛൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ 3 മക്കൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു. അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതികാരമൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ആന്റിയും പറയുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. 45% ഷെയർ ആണ് ഇപ്പോൾ സ്യോൽഹയുടെ പേരിലൊക്കെ ഉള്ളത്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും മരവിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഷെയർ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വെറും 39% മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ചേട്ടനാകട്ടെ ഇപ്പോൾ സ്യോൽഹിയുടെ ഒപ്പം ഒരു കമ്പനി ഉണ്ടെങ്കിൽ പോലും ആ കമ്പനിയുടെ ലക്ഷ്യം തന്നെ നമ്മുടെ കമ്പനിനെ ഇല്ലാതാക്കുക എന്നതാണ്. അവർക്ക് എല്ലാം തന്നെ വിൽക്കണമെന്നാണ് ആഗ്രഹം. സ്യോൽഹിയും അതിനെല്ലാം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ചേട്ടനും ഇപ്പോൾ അറിയിക്കുന്നു. എങ്ങനെയൊക്കെ വന്നാലും ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് സ്യോൽഹിയുടെ കയ്യിലാണല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മൾ എങ്ങനെയാണ് ലീഗലായിട്ടൊക്കെ മുന്നോട്ട് പോകുക എന്നൊക്കെ സൂചോൾ ചോദിക്കുമ്പോഴാകട്ടെ 13% ഷെയർ ഒക്കെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത് സീക്രട്ട് ഫണ്ട് ഉപയോഗിച്ചാണ്. അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ ഹ്യുനുവും അറിയിക്കുന്നു. നമുക്ക് 2 പേർക്കും കീഴടങ്ങാമെന്ന് രാഹായ് ഗ്രേസ് കോഡ് എടുത്ത് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാണ് കീഴടങ്ങുന്നതെന്നൊക്കെയാണ് ഗ്രേസ് കോയും ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഗ്രേസ് കോ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നു.
ഹ്യുനുവിന്റെ ഫ്രണ്ട് ആയിരുന്നു ഗ്രേസ്കോയ്ക്ക് പാട്ടുകളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്ന MP3 ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹെയ്ൻ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നാലോ എന്ന സംശയത്തിലായിരുന്നു ഫ്രണ്ടും അതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഹ്യുനുവോ ഒരുപാട് ഡ്രാമയൊക്കെ കാണുന്നതിന്റെ പ്രശ്നമാണിത്. ഇങ്ങനെ ഒന്നും തന്നെ ഒരാൾക്ക് ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടുകയില്ല എന്നൊക്കെ ഗ്രേസ്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മൾ ചെയ്യണമെന്നാണ് ഫ്രണ്ടിന്റെ അഭിപ്രായം. ജർമ്മനിയിൽ നിന്നും ഒരു പാക്കേജ് ഒക്കെ ഹെയ്ൻ അയച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഹെയ്ൻ മേടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോഴാകട്ടെ ഗ്രേസ്കോ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഹെയ്ന് വന്നിട്ടുള്ള എല്ലാ കത്തുകളും വുഡ്സൺ കണ്ടതിന് ശേഷം മാത്രമേ ഹെയ്ൻ കാണുവാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ഒരു നിയമവും അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജോലിക്കാരെല്ലാവരും തന്നെ കത്തുകളും മറ്റുമൊക്കെ ഉൺസിങ്ങിന് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഗ്രേസ്കോ ആയിരുന്നു ഇതൊക്കെ ഞാൻ തന്നെ ഉൺസിങ്ങിന് കൊടുത്തേക്കാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മേടിച്ചതിന് ശേഷം ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പാഴ്സൽ മാത്രം മറ്റൊരു സെർവന്റിന്റെ കയ്യിലൊക്കെ കൊടുത്തതിന് ശേഷം ഇത് ഹെയ്ൻ കാണുന്ന രീതിക്കൊക്കെ വെക്കണമെന്ന് ഗ്രേസ്കോ പറയുന്നു. ബാക്കിയുള്ള ലെറ്റേഴ്സ് മാത്രമായിരുന്നു ഗ്രേസ്കോയും ഉൺസിങ്ങിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു നോട്ട്ബുക്ക് ഒക്കെ ഹെയ്ന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണല്ലോ കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. സോ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ ഗ്രേസ്കോ പറയുമ്പോഴാകട്ടെ ഫാമിലിക്ക് സ്വത്തുക്കളെല്ലാം തന്നെ തിരികെ കിട്ടുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് സ്യോൽഹയാണെന്നുള്ള കാര്യമൊക്കെ തെളിയിക്കേണ്ടതായിട്ട് വരും. നമ്മളാണ് അതിനുള്ള ഏറ്റവും വലിയ വിറ്റ്നസ്. നമ്മൾക്ക് അതുകൊണ്ട് ഒരുമിച്ച് കീഴടങ്ങാമെന്നൊക്കെ ടാഹയും ഗ്രേസ്കോയോട് പറയാനുണ്ടെങ്കിൽ പോലും ഒന്നിച്ച് കീഴടങ്ങുവാനായിട്ട് ഗ്രേസ്കോ തയ്യാറായിരുന്നില്ല. അതൊക്കെ കേൾക്കുന്ന ടാഹയാകട്ടെ എനിക്കൊരിക്കലും ഉൺസിങ്ങിനെ പോലെ ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. ജീവിതകാലം മുഴുവൻ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ഒരിക്കലും സ്നേഹം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു ഉൺസിങ്ങും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ഒരുപാട് തകർന്നുന്ന സമയത്ത് ആരെങ്കിലും അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഈ ഒരു അവസ്ഥയൊന്നും വരികയില്ലായിരുന്നു. എനിക്ക് പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങണമെന്നുണ്ട്. ഒരു രഹസ്യങ്ങളും ഇല്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ നല്ലൊരു ജീവിതമൊക്കെ എനിക്ക് നയിക്കണം. അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോൾ കീഴടങ്ങണമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഒരിക്കലും നീ ജയിലിലൊക്കെ പോകുകയാണെങ്കിൽ അവർ നിന്നെ സ്വീകരിക്കുമെന്നാണോ നീ കരുതുന്നതെന്നൊക്കെ വിഷമത്തോടു കൂടി തന്നെ ഗ്രേസ്കോയും ചോദിക്കുന്നു. ആരാണ് ജയിലിൽ പോകുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ സൂചോളും ഡാഹയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഡാഹയാകട്ടെ അവനെയും കൂട്ടിക്കൊണ്ട് ഓർഫനേജിലേക്ക് എത്തുന്നു. നമ്മൾ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഇവിടെയുള്ള കുട്ടികൾ എല്ലാവരും ആകട്ടെ അവരുടെ പേരൻസ് എപ്പോഴെങ്കിലും അവരെ കൊണ്ടുവരുവാനായിട്ട് ഇവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനും എന്റെ പേരൻസ് എന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കത്തോ അല്ലെങ്കിൽ എന്റെ പേര് പോലുമോ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതെ ആയിരുന്നു ബോറടിച്ചൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ വരികയില്ല എന്ന വിശ്വാസത്തിലൊക്കെ ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിന്നെ ഞാൻ കണ്ടത്. നീയാകട്ടെ ഓരോ മാസവും ഇവിടെ വന്നുകൊണ്ടുവരുന്നു. ഞാനും അതുപോലെ തന്നെ ഓരോ മാസവും നിനക്ക് വേണ്ടി കാത്തുമിരുന്നു. ഡാഹ എങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനായിരുന്നു നിന്റെ ഫസ്റ്റ് ലവ്, അതുകൊണ്ടായിരുന്നോ നീയും എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സൂചോളും ചോദിക്കുകയാണ്. പക്ഷെ അവൻ കൊണ്ടുവരുന്ന കേക്കിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഡാഹയും പറയുന്നു. ഇത് നിന്റേതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളും കയ്യിലുണ്ടായിരുന്ന പാവയൊക്കെ അവന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിനക്കെന്നെ ഇഷ്ടമായതുകൊണ്ട് നീ ഇത് എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരുന്നോ എന്നൊക്കെ സൂചോളും അവളോട് ചോദിക്കുകയാണ്. ഇത് ഞാൻ നിന്റെ അടുത്തുനിന്ന് മേടിച്ചതായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. ആ ഒരു പാവയൊക്കെ കയ്യിലുള്ള സമയത്താകട്ടെ പേരൻസ് ഒക്കെ ഉള്ള ഒരു പണക്കാരിയായിട്ടുള്ള കുട്ടിയായിട്ടൊക്കെ എനിക്ക് സ്വയം ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനും അതൊക്കെ സൂക്ഷിച്ചു വെച്ചതെന്നാണ് അവൾ പറയുന്നത്. പനിയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് കഴിയുമ്പോഴത്തേക്കും എന്റെ എല്ലാ അസുഖവും മാറുമായിരുന്നു. മാത്രമല്ല കുറെ കാലം നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നീ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെയർമാൻ എല്ലാ തവണയും പഴയതുപോലെ തന്നെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ കൊണ്ടുവന്ന ടേസ്റ്റ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പോകേണ്ട സമയമായിരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഗുണിയോനെ നീ തന്നെ നോക്കണമെന്നൊക്കെ ഡാഹി പറയുമ്പോഴാകട്ടെ നിനക്ക് വേണ്ടി ഈ ലോകത്തുള്ള ഏറ്റവും മികച്ച അഡ്വക്കേറ്റ്സിനെ ഏർപ്പാടാക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിലുള്ള സകല പണവും ഞാൻ നിനക്ക് വേണ്ടി ചിലവാക്കാം. അതുകൊണ്ട് തന്നെ നീ പോകേണ്ട കാര്യമേ ഇല്ല എന്നൊക്കെ സൂചോളും അവളോട് പറയുന്നു. സൂചോളിനും അവളെ വിട്ടുപോകുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. സൂചോളും ആകെ കരയുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കേസൊക്കെ ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. സ്യോൽഹയുടെ കയ്യിലുള്ള 13% ഷെയർ ഒക്കെ സീക്രട്ട് ഫണ്ട് ഉപയോഗിച്ച് മേടിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ഹിനുവും കോടതിയിൽ വാദിക്കുന്നു. പക്ഷെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മകന്റെ കൈവശമുണ്ടായിരുന്ന ഷെയർസ് ഒക്കെ സ്യോൽഹയ്ക്ക് വന്നു ചേർന്നതാണെന്നൊക്കെ അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ബ്രോക്കറിനെ വെച്ച് ഒരു ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചത് കൊണ്ടായിരുന്നല്ലോ ക്വീൻസ് ഗ്രൂപ്പിന് അവരുടെ അധികാരമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും പിന്നിൽ സോലിയാണെന്നുള്ള രീതിയിലൊക്കെ ഹ്യുനുവും സംസാരിക്കുന്നു.
അങ്ങനെ ഇരിക്കെ അതിനുള്ള തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഹിനുവ് കൊടുത്ത് കഴിയുമ്പോഴാകട്ടെ എന്റെ മകനായിരുന്നു ഈ ഒരു പരിപാടി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയുകയില്ല. 20 വർഷമായിട്ട് എന്റെ മകന്റെ അടുത്ത് നിന്നും ഞാൻ മാറിയൊക്കെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ വെറുതെ വിടണമെന്നൊക്കെയാണ് കരഞ്ഞുകൊണ്ടൊക്കെ അവളും പറയുന്നത്. ഇപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും സാക്ഷി എന്ന രീതിക്കൊക്കെ ഡാഹയും കോടതിയിൽ വിറ്റ്നസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇവരെല്ലാവരും പറഞ്ഞത് പ്രകാരമായിരുന്നു ഞാനും എന്റെ ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചിട്ട് സൂചോളിനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഇവർക്ക് വേണ്ടിയിട്ട് ക്വീൻസ് ഗ്രൂപ്പിന്റെ പല രഹസ്യങ്ങളും ചോർത്തിക്കൊടുത്തു. പണമൊക്കെ നഷ്ടപ്പെടുന്ന പദ്ധതികളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാനും എന്റെ ഭർത്താവിനെ കൊണ്ട് പല പദ്ധതികളിലും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പല സ്വത്തുക്കളും നഷ്ടപ്പെടുത്തിയത് പോലും ഞാൻ കാരണമാണ്. പക്ഷെ സിയോൽഹ ആയിരുന്നു എന്നോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന രീതിയിലുള്ള ഒരു തെളിവുകളും എന്റെ കൈവശമില്ല. അവളും അങ്ങനത്തെ തെളിവുകൾ ഒന്നും തന്നെ ശേഖരിക്കുവാൻ എന്നെ സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഡാഹയും അറിയിക്കുന്നു. ജഡ്ജും സിയോൽഹയുടെ അഭിപ്രായമൊക്കെ ചോദിക്കുന്ന സമയത്താകട്ടെ ചെയർമാൻ ആ ഒരു സ്വത്തൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതായത് സ്വന്തം ഫാമിലി ആ ഒരു സ്വത്തൊക്കെ നശിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു എന്റെ പേരിൽ എല്ലാ സ്വത്തും നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്നെയാണ് വിശ്വസിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അവിടെ നിന്നൊരു കള്ളക്കരച്ചിലൊക്കെ കരയുകയാണ്. ഹെയ്നും കോടതിയിൽ ഒരു കാര്യം പറയുവാനായിട്ടുണ്ടെന്നൊക്കെ അറിയിക്കുകയാണ്. അതായത് ഉൺസിംഗ് ഹെയ്നെ തട്ടിക്കൊണ്ടുപോയ സമയത്താകട്ടെ ഉൺസിംഗും സിയോൽഹയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹെയ്ൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടപകടമൊക്കെ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ മുത്തശ്ശനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതും സിയോൽഹ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്നും പറയുന്നു. ഹെയ്ൻ ഒരു ബ്രെയിന്റെ സർജറി ഒക്കെ നടന്നതാണെന്നും അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുമൊക്കെ സ്യോൽഹയുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു തെളിവൊക്കെ കോടതിയുടെ മുമ്പാകെ ഹ്യുനുവോ നൽകുന്നു. നേരത്തെ ഉൺസിംഗ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേസ്കോ അയച്ചിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഒരു ജോലിക്കാരെ ആയിരുന്നു നേരത്തെ ഉൺസിംഗിന്റെ ടാബൊക്കെ മാറ്റിയതിനു ശേഷം അവിടെ അതേ രീതിയിലുള്ള മറ്റൊരു ടാബൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിലുണ്ടായിരുന്ന എല്ലാ രേഖകളും കോപ്പി ചെയ്തതിനു ശേഷം പുതിയ ടാബിലേക്കൊക്കെ മാറ്റിയിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ടാബ് കൈവശമുള്ളത് ഹ്യുനുവിന്റെ കയ്യിലാണ്. മാത്രമല്ല ഈ ഒരു ടാബിനെ കുറിച്ചും മറ്റുമൊക്കെ ശരിക്കും അറിയാവുന്നത് ഉൺസിംഗിന് മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ സ്യോൽഹി ഒരിക്കലും ഇത് കണ്ടുപിടിക്കുകയില്ല എന്ന വിശ്വാസമൊക്കെ ഗ്രീസ്കോയ്ക്കും ഉണ്ടായിരുന്നു. സ്യോൽഹിയും ആ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ താൻ ചെയ്ത ക്രൈമിനെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈസി ആവുകയാണ്. അപ്പോൾ തന്നെ പോലീസ് ടീമൊക്കെ വന്നിട്ട് സ്യോൽഹിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കോടതിയിൽ നടന്ന കേസിൽ അവർ വിജയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പഴയ സ്വത്തുക്കളെല്ലാം തന്നെ ക്വീൻസ് ഗ്രൂപ്പിന് തിരികെ കിട്ടുകയാണ്. സ്യോൽഹിയുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു കമ്പനി കൂടി ഉണ്ടല്ലോ, ആ ഒരു കമ്പനി മേടിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഷെയർസും അവർ തിരിച്ചെടുത്തിരിക്കുന്നു. ആ ഒരു കേസിലാകട്ടെ ഡാഹയും ഗ്രേസ്കോയും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സ്യോൽഹിയും ഇപ്പോൾ ജയിലിലാണുള്ളത്. ജയിലിൽ കിടക്കുന്ന സ്യോൽഹിയും കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അടിയും ഇടിയും ഒക്കെ ഉണ്ടാക്കുകയും അവരുടെ കയ്യിൽ നിന്നും കുറെ തല്ലൊക്കെ കൊള്ളുകയും ചെയ്യുന്നു. ഓൺസിംഗ് ഒളിക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന പെയിന്റിംഗ് ഒക്കെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ ഫാമിലിയുടെ തന്നെ ആയിട്ടുള്ള വലിയൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെയാണ് പകരമായിട്ട് അവർ അവിടെ വെക്കുന്നത്. മാത്രമല്ല ആ ഒരു ഫാമിലി പിക്കിന്റെ കൂട്ടത്തില് ഹ്യുനുവിന്റെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ഹെയ്ന്റെ അച്ഛനും അമ്മയും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ ഹെയ്നും തുടർന്ന് കമ്പനിയിലൊക്കെ പോകുവാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെന്നും ഇപ്പോൾ ഡാഹ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ വിഷമത്തിലായിരിക്കും സൂചോൾ ഉണ്ടാക്കുക എന്ന് പറയുകയാണ്. പക്ഷേ സൂചോളും കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഒരു മെസ്സേജ് ഒക്കെ കണ്ട് ഉടനെ തന്നെ ആന്റിയും പോയെന്നൊക്കെ അമ്മ പറയുമ്പോഴാകട്ടെ ആന്റീനെയും കാണിക്കുകയാണ്. ആന്റിയും ഇപ്പോൾ കൗൺസിലറെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ അല്ലെങ്കിൽ തന്നെ വളരെയധികം വ്യത്യസ്തരായിട്ടുള്ളവരല്ലേ എന്നൊക്കെ കൗൺസിലർ ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും പ്രപ്പോസലൊക്കെ റിജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും എന്നൊക്കെയാണ് ആന്റിയും വിചാരിക്കുന്നത്. ആന്റിയും അതൊക്കെ തുറന്നു പറയുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്താകട്ടെ ഞാൻ അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. നീ ഇതിനു മുമ്പ് പലരും ഡേറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ഡേറ്റ് ചെയ്യുന്നത്. ഞാനും എല്ലാ ദിവസവും നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടൊക്കെയുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്നത്. നീ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിനക്ക് വേണ്ടി മീറ്റൊക്കെ കുക്ക് ചെയ്ത് തരുവാനും അതുപോലെ തന്നെ നീ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കും നിനക്ക് വേണ്ടി ഫുഡൊക്കെ ബേക്ക് ചെയ്ത് തരുവാനും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിലോ എന്നെ കാണുവാനായിട്ട് വരണമെന്നൊക്കെയാണ് കൗൺസിലറും പറയുന്നത്. അങ്ങനെ കൗൺസിലറും സ്വന്തം പ്രണയമൊക്കെ തുറന്നു പറയുന്നു. ചേച്ചിയുടെ ഫ്രണ്ടും ഡിവോഴ്സിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അതായത് അവളുടെ ഹസ്ബൻഡ് ആകട്ടെ കഴിഞ്ഞ തവണ റിയൂണിനൊക്കെ പോയപ്പോഴത്തേക്കും ഫസ്റ്റ് ലവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് ആകട്ടെ 3 ഇൻഷുറൻസ് ഒക്കെ ആയിരുന്നു അവളുടെ അടുത്ത് നിന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമിന്റെ ഒക്കെ ടൈം ആണല്ലോ. അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെയാണ് അവനെ ഡിവോഴ്സ് ചെയ്യുക? അതൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് പോകുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പിന്റെ സമയത്തും എനിക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അതും കഴിയട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും സ്കൂൾ വീണ്ടും തുറക്കും. പിന്നെയും കുട്ടികൾക്ക് എക്സാം ആകും.
പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെയാണ് അവളും ചോദിക്കുന്നത്. നീ എന്തിനാണ് ഇതിന് മാത്രം കാത്തിരിക്കുന്നത്? നമുക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യാം. ഞാനും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോകുകയാണെന്നൊക്കെ ചേച്ചിയും അവളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചേച്ചിയും വീട്ടിൽ തുറന്ന് പറയുകയാണ്. എന്റെ ഹസ്ബൻഡിന് ജെന്നി എന്ന പേരുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ വീട്ടുകാരോട് പറയുമ്പോഴാകട്ടെ, ആ ജെന്നി എന്ന് പറയുന്നത് 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവനും ലാബിലൊക്കെ ഫോൺ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസറാണ് ജെനി. ജെനി അങ്ങനെ ഫോൺ എടുത്ത് നിന്നോട് സംസാരിച്ചു. ഇതാണ് ശരിക്കും നടന്നത്. ഈ ഒരു സംഭവമൊക്കെ നിന്നോട് പറയുവാനായിട്ട് നിന്റെ ഹസ്ബൻഡ് പലതവണ നിന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നീയും അവന്റെ ഫോൺ ഒന്നും തന്നെ എടുക്കാതിരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ചേച്ചിക്ക് പറഞ്ഞും കൊടുക്കുന്നു. നീ അവനെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ടാണ് അവൻ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീയും അവനെ നേരിട്ട് ചെന്ന് കണ്ട് ലവ് യു ടു എന്നും കൂടി പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അച്ഛനും അവൾക്ക് വേണ്ടി ടിക്കറ്റ് ഒക്കെ കൊടുക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറൊക്കെ മൊത്തത്തിൽ കാണുന്ന ഹെയ്നും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നൊക്കെ ആവശ്യപ്പെടുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ സർജറിക്ക് തൊട്ടു മുമ്പ് നീ പറഞ്ഞ കാര്യങ്ങളാണ്, ഞങ്ങളും അതൊക്കെ ചെയ്യുവാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ സെക്രട്ടറിനായും അവളെ അറിയിക്കുന്നു. പണ്ടൊക്കെ പരസ്പരം കാണുമായിരുന്നെങ്കിലും മൈൻഡൊന്നും ചെയ്യാതെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഹ്യുനോഹേനെ കാണുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്കൊക്കെ ഓടിച്ചെന്ന് മിണ്ടുകയാണ്. സെക്രട്ടറിന ഹെയിന്റെ ഹ്യുനുവിന്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ ഹെയിന്റെ അടുത്ത് ചോദിക്കുമ്പോഴാകട്ടെ ഹെയിനും ഇതുവരെയും അവൻ വിവാഹത്തെക്കുറിച്ചൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. മാത്രമല്ല, ഞാൻ സർജറിയൊക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എന്നെ അവനൊന്ന് പ്രൊപ്പോസ് ചെയ്തതാണ്, അതല്ലാതെ പിന്നീട് അവൻ പ്രൊപ്പോസ് പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ ഹെയിൻ പറയുമ്പോൾ ഹ്യുനുവും ഒരു റെസ്റ്റോറന്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാക്കട്ടെ സെക്രട്ടറി കിം വഴി സെക്രട്ടറിനെ അറിയിക്കുകയും അവിടെയാണ് സാധാരണ ആൾക്കാരൊക്കെ പ്രൊപ്പോസ് ചെയ്യാറുള്ളതെന്നൊക്കെ ഹെയിന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നു. ഹെയിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ പ്രൊപ്പോസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ അവൾ പുറത്തും പറയുന്നില്ല. മാത്രമല്ല, നേരത്തെ തന്നെ അവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം അവളും അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഹെയ്നും ഏറ്റവും ഒടുവിൽ ഹ്യുൻവനെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവനും കമ്പനി ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നും അറിയുന്നത്. സോ പ്രപ്പോസ് ചെയ്യുവാനായിട്ടല്ല, ഡിന്നറൊക്കെ പ്ലാൻ ചെയ്യുവാനായിട്ടായിരുന്നു അവനും സ്ഥലമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അവള് നിരാശപ്പെട്ടു പോകുന്നു. ഇപ്പോൾ അവളും ഹ്യുനുവിന്റെ റൂമിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റാർ മാത്രമായിട്ടൊക്കെ നിൽക്കുന്നത് അവളും കാണുകയാണ്. അതിനിവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അവൾ ആലോചിക്കുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ കുട്ടി ഉണ്ടായിട്ട് ആ ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യമൊക്കെ അവളും ഓർക്കുന്നത്. ഹ്യൂനുമോ പെട്ടെന്ന് റൂമൊക്കെ മാറിയ സമയത്താകട്ടെ ഞാൻ കാരണമാണ് കുട്ടീനെ നഷ്ടപ്പെട്ടതെന്ന് തോന്നൽ കൊണ്ടല്ലേ നീയും റൂമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഹെയിൻ ചോദിക്കുകയും ഹ്യുനുവിന് ഒരു കാര്യങ്ങളും പറയുവാനായിട്ട് സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്തപ്പോഴത്തേക്കുമായിരുന്നു ഹ്യുനുവോ നിന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്നാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതും. ഹെയ്നും നേരത്തെ ഹ്യുനുവോ തന്നെ പ്രപ്പോസ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നതെന്നും അതുപോലെ തന്നെ അവനെ റിജക്ട് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നുമൊക്കെ ഇപ്പോൾ ഹ്യുനുവിന്റെ അടുത്തും തുറന്നു പറയുകയാണ്. എന്താണ് റിജക്ട് ചെയ്യുവാനായിട്ടുള്ള കാരണമെന്നൊക്കെ ഹ്യുനു ചോദിക്കുമ്പോഴാകട്ടെ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷെ പ്രപ്പോസലൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ എന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. പക്ഷേ ഇന്നലെ ആകട്ടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു മെമ്മറിയൊക്കെ എനിക്കും ഓർമ്മ വന്നു. അതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ എത്രത്തോളം ഈഗോ ഒക്കെ വെച്ചിട്ടായിരുന്നു നിന്റെ അടുത്ത് പെരുമാറിയതെന്ന കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനവും ഞാൻ മാറ്റിയിരിക്കുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴാകട്ടെ ഹ്യുൻവുവും ഹെയ്നെ പ്രപ്പോസ് ചെയ്യുകയാണ്. ഹെയ്നും വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാണെങ്കിലും തനിക്ക് കുറച്ച് സമയമൊക്കെ വേണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. അവരും പിന്നീട് ലൈഫിൽ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നടന്നും പോകുന്നു. കുറച്ച് വർഷങ്ങളൊക്കെ കടന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഡാഹയും ജയിലിൽ നിന്നും തിരിച്ചിറങ്ങുന്നു. കുഞ്ഞും സൂചോളും അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗുണിയനെ സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സൂചോളും വളരെ അഭിമാനത്തോടു കൂടി തന്നെ അവളോട് പറയുകയാണ്. ഇരേസ് കോയിൻ തന്നെ ആർക്കും വേണ്ടാതൊക്കെ വിചാരിച്ച് നടന്നു പോകുന്ന സമയത്താക്കട്ടെ അമ്മ നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടു വരുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സൂചോൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗ്രേസ് കോയിൻ ഒരുപാട് സന്തോഷിക്കുന്നു. ആന്റി ഇപ്പോഴും കൗൺസിലറുടെ ഒപ്പമാണുള്ളത്. ആന്റിക്ക് ഒരുപാട് പ്രായമൊക്കെ വരികയാണെന്നുള്ള കാര്യം ആന്റി സ്വയം ചിന്തിക്കുന്നു. ഇത്രയും കാലമായിട്ട് നമ്മൾ ഫസ്റ്റ് കിസ് പോലും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആന്റി പിണങ്ങുമ്പോഴത്തേക്കും കൗൺസിലറും ആന്റിയുടെ കവിളിലൊക്കെ കിസ് ചെയ്യുകയാണ്. ചേട്ടനും ഇപ്പോൾ കുട്ടികളെയൊക്കെ ബോക്സിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ നിന്നും അമ്മ വിളിച്ചിട്ട് എത്രയും വേഗം വാടകയൊക്കെ തരണമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിലും എത്രയോ ഭേദമായിരുന്നു ഹെയ്ൻ. അവൾ എന്റെ അടുത്ത് വാടക പോലും ചോദിക്കുകയില്ലായിരുന്നു. എന്തായാലും ഹെയ്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ചേട്ടനും പറയുന്നത്. അച്ഛന്റെ ചേട്ടനെയാണ് ഇപ്പോൾ നിലവിൽ ചെയർമാനൊക്കെ ആക്കിയിട്ടുള്ളത്. അച്ഛനും ഇപ്പോൾ അമ്മയുടെ ഒപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. കൂടെയുള്ളവർ തന്നെ ചതിക്കുന്ന ഒരു ഫീൽഡൊക്കെയാണ് ബിസിനസ്. അങ്ങനെ ഇരിക്കെ അതെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ടാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതെന്നാണ് അമ്മയുടെ അടുത്തും പറയുന്നത്. അവരിപ്പോൾ ഉള്ളതും ഹ്യുനുവിന്റെ നാട്ടിൽ തന്നെയാണ്. ഹ്യുനുവിന്റെ അച്ഛനും അമ്മയും ഒരു വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്നതും കാണിക്കുന്നു.
ഹ്യുനുവും ഹെയ്നും കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷം പല പല സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നതും കാണിക്കുന്നു. അവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു പോലും ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് പ്രായം ചെന്ന ഹ്യുനുവിനെയും കൂടി കാണിക്കുന്നു. ഈ ഒരു ഹ്യുനുവിനെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹെയ്ൻ മരിച്ചതിന് ശേഷം പണ്ടത്തെ ആ ഒരു ജർമ്മനിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഹ്യുനുവും. ചെറിയ പ്രായത്തിലൊന്നുമല്ല, 83 വയസ്സൊക്കെ ഉള്ള സമയത്തായിരുന്നു ഹെയ്ൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ജർമ്മനിയിൽ തന്നെയുള്ള കല്ലറയിലൊക്കെ അവൾക്ക് വേണ്ടി ഹ്യുൻവു പൂക്കളം വയ്ക്കുന്നു. ഈ ഒരു നിമിഷമായിരുന്നു നേരത്തെ ഒരു തവണ ഹെയ്നും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് ഹെയ്ന്റെ കൂടെ ഒന്നിച്ചു പോയിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ ഇപ്പോൾ ഹ്യുൻവു നടന്നു നോക്കുന്നു. ഹെയ്ൻ തന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ കൂട്ടുവാനായിട്ട് തിരിച്ചെത്തുമെന്ന വിശ്വാസമൊക്കെ അവനും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരിക്കലും പേടിയുണ്ടാകുന്നതായിരിക്കുകയില്ല, മറിച്ച് എപ്പോഴും ഒന്നിച്ചുണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ അവരും പറയുന്നു. ഹെയ്ന്റെ കൈയൊക്കെ പിടിച്ച് ഹ്യുനോ നടന്നു പോകുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു ഡ്രാമയൊക്കെ അവസാനിക്കുന്നത്. മാത്രമല്ല, ലാസ്റ്റത്തെ സീനിലാകട്ടെ ഇവരെല്ലാവരും ഒന്നിച്ചുള്ള അവരുടേതായിട്ടുള്ള പല പല നിമിഷങ്ങളുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. ആ ഒരു സീനോട് കൂടി ഈ ഒരു ഡ്രാമയൊക്കെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.